ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂഫ് ബൈയുടെ 2004 മോഡൽ യമഹയുടെ ലിബറോ എന്ന വണ്ടിയാണ്. കാണാം. അപ്പോൾ നമുക്ക് 2004 മോഡൽ യമഹ ലിബ്രോ LX എന്ന് പറയുന്ന ഈ വാഹനം പരിചയപ്പെടാം. 106 cc എൻജിൻ, 105.6 എക്സാക്റ്റ് വരുന്ന 4 സ്ട്രോക്ക് എൻജിനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത സ്മൂത്ത് എൻജിൻ സൗണ്ടാണ്. ഇത് യമഹയുടെ ലിബറോ, ക്രക്സ് എന്ന് പറയുന്ന ആ വാഹനങ്ങളിൽ ആ ഒരു ടൈമിൽ വളരെ പക്ക ട്യൂൺഡ് എൻജിനായിരുന്നു വന്നിരുന്നത്. ഇതിൻ്റെ മീറ്ററുകൾ രണ്ടും അനലോഗ് മീറ്റേഴ്സാണ് വരുന്നത്. ആ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഹെഡ്ലൈറ്റ്, ന്യൂട്രൽ, ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ചോക്കിൻ്റെ ഒരു ലിവർ വരുന്നുണ്ട്. അതിപ്പോൾ ഇതിൽ വർക്കിംഗ് അല്ല. ശരിക്കും രാവിലെ ഒരു ചോക്കിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ലൊരു എൻജിനാണ് ഇതിൽ വരുന്നത്. പിന്നെ വണ്ടിയുടെ ടാങ്ക് നോക്കുകയാണെങ്കിൽ 13 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. കാലുകളൊക്കെ ചേർന്നിരിക്കുന്ന മോഡൽ. പിന്നെ വണ്ടിയുടെ എൻജിൻ നോക്കുകയാണെങ്കിൽ യമഹ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്മൂത്ത് വർക്കിംഗ് ആണ്. യമഹയുടെ ലിബറോ, ക്രക്സ് എന്ന് പറയുന്ന വാഹനങ്ങളുടെയൊക്കെ എൻജിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു ഇഷ്ടപ്പെടുന്ന സൗണ്ടാണ് അതിന് വരുന്നത്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ ആ ഡിസൈന് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പഴയ മോഡൽ ബജാജ് പൾസറിന് വരുന്ന ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 800 mm സീറ്റ് ഹൈറ്റാണ് ഇതിന് വരുന്നത്. വീൽ ബേസ് 1290 mm ആണ് വരുന്നത്. വണ്ടിയുടെ പവർ പറയുകയാണെങ്കിൽ 7500 RPM 7.6 PS പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ടോർക്ക് വരുന്നത് 6000 RPM 7.8 Nm. ഈ ഒരു വണ്ടിക്ക് കമ്പനി അവകാശപ്പെട്ടിരുന്ന മൈലേജ് 60-നും 70-നും ഇടയിലായിരുന്നു. ഈ വണ്ടിയുടെ ഫ്യൂവലിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഒരു പ്രത്യേക ഡിസൈനിലായിരുന്നു കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇത് ഇറങ്ങിയ കാലഘട്ടത്തിൽ യമഹയുടെ ഒരു തലയെടുപ്പുള്ള വാഹനമായിരുന്നു ലിബറോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് റൗണ്ടിലാണ് വരുന്നത്. ഇതിന് ശേഷം G5 എന്ന മോഡലിൽ ഹെഡ്ലൈറ്റ് കുറച്ച് വ്യത്യസ്തമായൊരു ഡിസൈനിൽ കുറച്ച് ഉയർന്ന ടൈപ്പിലായിട്ട് കമ്പനി ഇറക്കിയിരുന്നു. അതും തരക്കേടില്ലാത്ത സ്റ്റൈൽ നടന്നൊരു വണ്ടിയാണ്. പക്ഷേ പിന്നീട് 2010 ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ടാങ്കിന് താഴെയായിട്ട് ഒരു ഫൈബർ പാർട്ട് കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടിയിൽ അത് മിസ്സിംഗ് ആണ്. ഈ ബൈക്കിൻ്റെ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ സ്പോക്ക് ഇപ്പോൾ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. വണ്ടിയുടെ ഗിയർ ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് വരുന്നു, ന്യൂട്രൽ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ഗിയറുകളാണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഏതായാലും വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. വണ്ടി ഈ റോഡിലൂടെ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കാം. ഈ ബൈക്കിൻ്റെ വെയിറ്റ് താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതും തിരിക്കാനൊക്കെ കഴിയുന്ന ഒരു വാഹനമാണിത്. 800 mm സീറ്റിംഗ് ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു പൊങ്ങിയിരിക്കുന്ന മോഡൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വാഹനം പുതുതായിട്ടിപ്പോൾ റിന്യൂവലൊക്കെ കഴിഞ്ഞ് നിരത്തിലിറക്കിയൊരു വാഹനമാണ്. 5 വർഷം ഇപ്പോൾ
5 വർഷമാണ് പഴയ വാഹനങ്ങൾക്ക് ബൈക്കിനൊക്കെ കൊടുക്കുന്നത് റിന്യൂവൽ. ഈ 5 വർഷത്തേക്കുള്ള ടാക്സ് റിന്യൂവൽ ചാർജ് ഏകദേശം ഒരു 2000 രൂപയാണ് ഇപ്പോൾ ചാർജ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 10-12,000 രൂപയുടെ അടുത്ത് അതിനും ചിലവാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ കാരണം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ പല വാഹനങ്ങളും പലർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് ഇറക്കി ഇന്നും നിരത്തിൽ അത് കൊണ്ടു നടക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നുള്ള വാഹനങ്ങളുടെ ഫീച്ചേഴ്സുമായിട്ടോ അവയുടെ പെർഫോമൻസുമായിട്ടോ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ നിൽക്കാതെ പഴയ വാഹനങ്ങൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നവരെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു എപ്പിസോഡിൽ നമുക്ക് വേറൊരു വാഹനമോ വേറൊരു സംഭവമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലിബറോ ഓടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. റോഫ് ബായ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്താൻ പോവാണ്.